ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വിശുദ്ധ അപ്പോസ്തോലന്മാരെ പറ്റി ചിന്തിക്കുന്ന ഈ ശ്ലീഹ നോമ്പ് വേളയിൽ അപ്പോസ്തോലന്മാർ നിരക്ഷരരും നിർധനരും അഗണ്യകോടിയിൽ തള്ളപ്പെട്ടവരുമായ ഈ സാധാരണ മനുഷ്യർ എങ്ങനെയാണ് ലോകത്തെ കീഴ്മേൽ മറിയുന്ന അപാര ശക്തിയുള്ളവരായി മാറിയത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. 4 സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പ്രധാന ഭാഗം വരുന്നത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളാണ്, റോമാലേഖനം. എന്നാൽ ആ റോമാലേഖനം മുതൽ തുടങ്ങുന്ന ലേഖന പരമ്പരകളെ സുവിശേഷത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ആക്ട്സ് ഓഫ് ദി എപ്പസൽസ് അല്ലെങ്കിൽ അപ്പോസ്തോല പ്രവൃത്തികൾ. അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ പുനരുദ്ധാന സ്വർഗാരോഹണങ്ങൾക്ക് ശേഷം പെന്തിക്കോസ്തിയിൽ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അപാരമായ കൃപയും ശക്തിയും മൂലം ശ്ലീഹന്മാർ എന്തൊക്കെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ വേല ചെയ്തു എന്ന് വളരെ വിസ്താരമായിട്ട് അറിയിക്കുന്ന പുസ്തകമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ ഈ പുസ്തകം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്നതാണെന്നാണ് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. ഈ അപ്പോസ്തോല പ്രവൃത്തികൾ അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ഏതാണ്ട് AD 30 മുതൽ 60 കാലഘട്ടം വരെയുള്ള ഏതാണ്ട് 30 വർഷത്തെ ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളെ സവിസ്തരം വർണ്ണിക്കുകയാണ്. അവരെങ്ങനെയാണ് ആരംഭിക്കുന്നത്? പെന്തിക്കോസ്തി പെരുന്നാളിൽ അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അദൃശ്യവും അപാരവുമായ കൃപ ഏറ്റുവാങ്ങി അവർ പോവുകയാണ്. അവരതോടെ തന്നെ വലിയ ട്രാൻസ്ഫർമേഷനിലേക്കാണ് പോകുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വളരെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ കിടന്ന ആരാലും ഒരിക്കലും ഒന്ന് പരിഗണിക്കപ്പെടുവാൻ കഴിയാതിരുന്ന ഈ മനുഷ്യർ അപാര ശക്തിയുള്ളവരായി മാറിയത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ്. അതുകൊണ്ട് ഈ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തെ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം, ദ 5th ഗോസ്പൽ അല്ലെങ്കിൽ ദ ഗോസ്പൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമാണ് ഈ 5ാം സുവിശേഷം അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. ഇവിടെ നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു കാര്യം, ഈ അപ്പോസ്തോലന്മാർ പ്രവർത്തിക്കുമ്പോൾ അവർ പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ അവരെ ഏൽപ്പിച്ച ആ ശുശ്രൂഷാധർമ്മം, ആ പ്രേക്ഷിത വൃത്തി നിർവഹിക്കുകയാണ്. അപ്പോഴൊക്കെ ഏത് കാര്യത്തിൻ്റെ ആരംഭത്തിൽ അല്പസ്വല്പം പ്രയാസങ്ങളുണ്ടാകുമല്ലോ. കാരണം അതിന് കൃത്യമായൊരു ബ്ലൂ പ്രിൻ്റ് ഒന്നും ഇല്ല. അവർ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, പല ജാതിക്കാരോട് സുവിശേഷം പറയുന്നു, പലതരം സംസ്കാരങ്ങളുമായി ഇടപെടുന്നു. അപ്പോഴൊക്കെ എന്തുണ്ടാവാം? നിശ്ചയമായിട്ടും അവിടെ ചില ബാല അരിഷ്ടതകളൊക്കെ ഉണ്ടാവാം. സഭയുടെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ചില ശൈശവ അരിഷ്ടകളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ഈ അപ്പോസ്തോലന്മാർ പരിഹരിച്ചിരുന്നത് എന്നുകൂടെ നാം ഓർക്കണം. അപ്പോസ്തോലന്മാർ മനുഷ്യരായിരുന്നു. അവർ തമ്മിലും ചിലപ്പോഴൊക്കെ ആശയപ്പൊരുത്തമില്ലായ്മയുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്തത് എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തോലന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, അവിടെ നടന്ന സംഭവം ഇതാണ്. പൗലോസ്ലീഹായും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും കൂടെ സഹവർത്തികളും കൂടെ പല രാജ്യങ്ങളിലേക്കും ദേശങ്ങളിലേക്കും പോയി. അവർ സുവിശേഷം പറഞ്ഞത് ജാതികളോടാണ്, വിജാതികളോടാണ്. അപ്പോൾ അവിടെ യഹൂദന്മാരുടെ ആ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പരിച്ഛേദന ഇല്ലാതെ തന്നെ ഈ ജാതികളെ സഭയിലേക്ക് ചേർക്കണം എന്ന ഒരഭിപ്രായം ഉണ്ടായി. അത്തരത്തിൽ പൗലൂസും അദ്ദേഹത്തിൻ്റെ സഹകാരികളും മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ബർന്നബാസും പൗലൂസും ഒക്കെ യെരുശലേമിലേക്ക് തിരിച്ചു വരികയും അവിടെ അപ്പോസ്തോലന്മാരുടെ ഗണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ചിന്തിക്കുകയും ചെയ്തു. ഈ കാര്യം പറയാനാണ് ഞാൻ വന്നത്. സഭയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അപ്പോസ്തോലന്മാർ 4 ഭാഗത്തും പോയവർ
ഭൂമിയുടെ 4 ഭാഗത്തേക്കും പോയവരെല്ലാം കൂടെ എന്ത് ചെയ്തു? ജെറുസലേമിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ആശയ ഭിന്നത അല്ലെങ്കിൽ അവരിൽ ഉടലെടുത്തിരുന്ന അന്നേരത്തെ പ്രശ്നം ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തു. ഇത് സഭയുടെ പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ മാതൃക അല്ലെങ്കിൽ ശ്ലീഹാ നോമ്പിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ആ പ്രശ്നത്തെ കൂട്ടായി നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ്. ദ കൊളീജിയാലിറ്റി ആൻഡ് സിനഡാലിറ്റി ഓഫ് ദ ചർച്ച്. സഭയുടെ ആ പൊതു ഐക്യം അല്ലെങ്കിൽ പൊതുവായ കൂട്ടായ ചർച്ചകളും തീരുമാനങ്ങളും, അതാണ് യെരുശലേം സുനോദോസ് എന്ന് പറയുന്ന AD 50 യെരുശലേമിൽ കൂടിയ ഈ സുനോദോസിൽ നടക്കുന്നത്. അപ്പോസ്തലന്മാർ ഒരുമിച്ച് വന്നു, അവർ പ്രാർത്ഥിച്ചു, അവർ തർക്കിക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പോലും ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയ സംഘട്ടനം ഉണ്ടായിരുന്നിരിക്കും. ഇപ്പോൾ എക്സും വൈയും കൂടെ താമസിക്കുമ്പോൾ രണ്ടുപേരും ഒരേ ആശയവും ആഗ്രഹവും ഉള്ളവരായിരിക്കണമെന്നില്ല. അവിടെ ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭിന്നതകൾ ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. അത് സാധാരണ രീതിയിൽ ഏത് മനുഷ്യനും അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യണം? ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു ഇടവകയിലാണെങ്കിലും ഒരു സമൂഹത്തിലാണെങ്കിലും എന്ത് ചെയ്യണം? ആ പ്രശ്നങ്ങളെ പരിഹരിക്കത്തക്കവണ്ണം എല്ലാവരും കൂടെ അവരുടെ തല, അവരുടെ മസ്തിഷ്കം ഒരുമിച്ച് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. ഇത് സിനഡാലിറ്റി അല്ലെങ്കിൽ കൊളീജിയാലിറ്റി ഓഫ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അത് നമ്മളെ കാണിച്ചു തരുന്നവരാണ് അപ്പോസ്തലന്മാർ. അല്ലാതെ സ്വന്തമായിട്ട് ഒരു ഓട്ടോക്രാറ്റിക്കായിട്ട് ഡിസൈഡ് ചെയ്യുകയല്ല. അങ്ങനെ ഒരു ചരിത്രമേ ക്രിസ്തീയ സഭയിൽ ഇല്ല. പ്രത്യേകിച്ചും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാണ് ഒരു പ്രശ്നം ചർച്ച ചെയ്യുന്നതും അതിനൊരു പരിഹാരത്തിൽ എത്തുന്നതും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലാവട്ടെ ചിലപ്പോഴൊക്കെ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായാൽ, ചിലപ്പോഴൊക്കെ ആശയ ഭിന്നതയുണ്ടായാൽ, ചിലപ്പോഴൊക്കെ വഴിപിരിച്ചിലിൻ്റെ വക്കിൽ വരെ എത്തുമ്പോഴും അവിടെ കൂടിയാലോചനകൾ നടത്തുവാനും അവിടെ ശാശ്വതമായ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ അപ്പോസ്തലന്മാരുടെ മാതൃക, ആദിമ സഭയിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ രീതിയിലുള്ളതായിരുന്നു എന്നുള്ളത് ഈ ശ്ലീഹാ നോമ്പ് ദിവസങ്ങളിൽ നമ്മെ ചിന്തിപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.